മുതുവേലിപ്പാപ്പൻ്റെ മകൾ പെറ്റ റോസിലിക്ക് മുതുവൻകുളങ്ങര എന്നൊരു മണവാളച്ചക്കൻ വന്നേയെന്ന് കവി അയ്യപ്പ പണിക്കർ പാടിയിട്ടുണ്ട്. അതുപോലെയാണ് നിലമ്പൂരുകാർക്കൊരു മണവാളൻ വന്നേയെന്ന മട്ടിൽ എം സ്വരാജിൻ്റെ വരവ് ചില മാധ്യമങ്ങളും CPM-കാരും ആഘോഷിക്കുന്നത്. മാങ്കൂട്ടം OLX-ൽ പരസ്യം കൊടുത്തിട്ടും നിലമ്പൂർ പുഴയിൽ വീശുവല എറിഞ്ഞിട്ടും കിട്ടാതെ പോയ മുതലിനെയാണ് കരയ്ക്ക് നിന്ന് തന്നെ കണ്ടുകിട്ടിയത്. ഓരോ കോൺഗ്രസ്സുകാരൻ്റെ വീടും കയറി പരിശോധിച്ച ഗോവിന്ദൻ മാഷ് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുമോ എന്ന് അറിയാൻ ജുമാ നിസ്കാരം കഴിഞ്ഞ് വരുന്നവരെ നോക്കി പള്ളിക്ക് മുമ്പിൽ മറഞ്ഞു നിന്നു. സകല ആശുപത്രികളിലെയും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഡോക്ടർമാരെ ആലോചിച്ചു. ഒടുവിലതാ കുരുതിക്കുഴിഞ്ഞ കോഴിയെപ്പോലെ ഒരു ഉജ്ജ്വലനായ സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി എന്നൊക്കെയാണ് മാതൃഭൂമി ചാനലും റിപ്പോർട്ടറും മൗദൂദി ചാനലുകാരുമൊക്കെ കൂവി വിളിച്ചത്. അത് കേട്ടപ്പോൾ പഴയ കഥയിലെ ഡിങ്കനെയാണ് ഓർമ്മ വരുന്നത്. ഈ ശക്തൻ തന്നെയല്ലേ സഖാക്കളെ തൃപ്പൂണിത്തറയിൽ തോറ്റതും കോടതിയിൽ പിന്നെയും തോറ്റതും? ഒന്നുകൂടി തോറ്റാൽ 5 വർഷത്തിനിടയിൽ 3 തവണ തോറ്റു എന്ന ഖ്യാതി നേടാം. ജയിച്ചാൽ സ്വരാജ് ഒരു ആൺകുട്ടിയാണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും.